മൈ ചാനൽ. ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ക്രാഫ്റ്റ് എന്താണെന്ന് നോക്കിയാലോ? എന്താ പിന്നെ വീഡിയോയിലോട്ട് പോകുമല്ലേ. ഒരുപാട് നെയിമിങ് സെറിമണീസിൽ നെയിം റിവീലിംഗ് ബോർഡ്, അതായത് ബേബിയുടെ നെയിം റിവീലിംഗ് ചെയ്യുന്ന ബോർഡ്സൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം ഞാനും അങ്ങനെ കണ്ടിട്ടാണ് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനൊരു നെയിം റിവീലിംഗ് ബോർഡ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം ഇതുപോലെ നെയിം റിവീലിംഗ് ബോർഡ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സിലൊക്കെ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത്, എനിക്കിത് ചെയ്തുകൂടെ, നമ്മൾ പുറത്ത് ഇത് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന അത്ര കാശാവില്ല നമ്മൾ മെറ്റീരിയൽസ് വാങ്ങി ചെയ്യുമ്പോൾ എന്നുള്ളത്. അപ്പം ഞാനും ആലോചിച്ച് നോക്കിയാൽ എന്നാൽ നമുക്കത് വീട്ടിൽ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് അവളുടെ നെയിമിങ് സെറിമണിക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ബോർഡാണ് കേട്ടോ ഇത്. എനിക്ക് മുന്നേ ഒരു എക്സ്പീരിയൻസും ഇല്ല ഇങ്ങനത്തെ ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്തിട്ട്. ഫസ്റ്റ് ടൈമാണ് എൻ്റെ മോൾക്ക് വേണ്ടി ഞാനത് ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഐറ്റംസൊക്കെ വേണം. അത് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഐറ്റംസ് ഞാൻ യൂസ് ചെയ്തതെന്ന്. ഫസ്റ്റ് വേണ്ടതൊരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്പാണ്. ഞാൻ ഇൻഷോട്ടിലാണ് കേട്ടോ ബോർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തത്. നമുക്ക് ആ ലവ് ചിഹ്നത്തിൻ്റെ ഉള്ളിൽ ഏത് ബാക്ക്ഗ്രൗണ്ടാണോ വേണ്ടത് ആ ബാക്ക്ഗ്രൗണ്ട് ആദ്യം സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈവൻ ബാക്ക്ഗ്രൗണ്ട് അല്ലാതെ ബേബിയുടെ ഫോട്ടോ ആണ് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് വേണ്ടതെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം. ഞാൻ പക്ഷേ അവളുടെ ഫോട്ടോ സെപ്പറേറ്റ് ആണ് വെച്ചത്. ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇൻഷോട്ടിൽ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ലവ് ചിഹ്നം സെലക്ട് ചെയ്തിട്ട് നമുക്ക് എത്ര സൈസിലാണോ വേണ്ടത് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ മോളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇൻഷോട്ടിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് എക്സ്പോർട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഞാനൊരു മയിൽപ്പീലിയുടെ പിക്കും കൂടി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ അതും ഞാൻ ഇൻഷോട്ടിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്തിട്ട് സേവ് ചെയ്ത് വെച്ചു. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് വെച്ചിട്ടുള്ള എൻ്റെ മോളുടെ പിക്ക് ഇൻഷോട്ടിലെ പിപ്പ് ടൂള് യൂസ് ചെയ്ത് ആ ഹാർട്ടിലേക്ക് ഞാൻ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള പിക്ക് ഞാനൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് റീസൈസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ടെസ്റ്റ് എടുത്തിട്ട് എൻ്റെ മോളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തശ്വി കൃഷ്ണ എന്നാണ് എൻ്റെ മോളുടെ പേര്. അപ്പം അത് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഫോണ്ട് കളറും ഫോണ്ട് സ്റ്റൈലും ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഏത് സ്ഥലത്താണോ നമുക്ക് നെയിം വേണ്ടത് ആ സ്ഥലത്ത് നമ്മൾ ഈ ടൈപ്പ് ചെയ്ത് നെയിം പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഞാനതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ടെസ്റ്റിൽ തന്നെ ഞാൻ കോൾ മീ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഐ ആം എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ കോൾ മീ എന്നാണ് കേട്ടോ യൂസ് ചെയ്തത്. അതിൻ്റെ ഫോണ്ട് സ്റ്റൈലൊന്ന് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഞാൻ ടെസ്റ്റ് ചെയ്ത് തന്നെ അവളുടെ പെറ്റ് നെയിം പീലി എന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് പ്ലേസ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഞാൻ ആദ്യമേ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള മയിൽപ്പീലിയുടെ പിക്ക് പിപ്പ് ടൂൾ ഉപയോഗിച്ചിട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഞാനൊന്ന് ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ പീലി എന്ന് എഴുതിയിട്ടുള്ളതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഞാനത് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാർട്ട് ഓപ്ഷൻ അല്ലാണ് കേട്ടോ. എൻ്റെ മോളുടെ പേര് പീലി എന്നായതുകൊണ്ട് ഒരു മയിൽപ്പീലി ഇൻസേർട്ട് ചെയ്തേ ഉള്ളൂ. സോ ബാക്ക്ഗ്രൗണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സേവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പ്രിൻ്റ് അടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് നോർമൽ പ്രിൻ്റോ അല്ലെങ്കിൽ അഡസീവ് പ്രിൻ്റോ എടുക്കാം. ഞാൻ ഇതിനകത്ത് അഡസീവ് പ്രിൻ്റാണ് എടുത്തത്, അതായത് ബാക്കിൽ സ്റ്റിക്കർ വരുന്ന ടൈപ്പ്. എന്നിട്ട് ഈ ഷീറ്റ് ഫോം ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. എയർ ബബിൾസ് ഒന്നും വരാതെ നോക്കണം കേട്ടോ. ഞാനും അച്ഛനും കൂടിയാണ് ഈ ഷീറ്റ് ഫോം ബോർഡിൽ ഒട്ടിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോർഷൻ എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. ഷീറ്റ് ഫോം ബോർഡിൽ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള പോർഷനാണ് കേട്ടോ ഈ കാണുന്നത്. അതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുക.
ഞാൻ പക്ഷേ കട്ട് ചെയ്യുന്നതിന് മുന്നാണ് കേട്ടോ സൈഡൊക്കെ ഒന്ന് കവർ ചെയ്തത്. അത് ഞാൻ പെട്ടെന്ന് വിട്ടുപോയതാണ്. അപ്പം നമ്മൾ ലവ് ചിഹ്നത്തിൻ്റെ സൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ ഫോം ഷീറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. 2 സൈഡും ഞാൻ 1 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിൽ ലവ് ചിഹ്നത്തിൻ്റെ എഡ്ജ് പോർഷൻ ഞാനൊരു 1 സെൻറ്റിമീറ്റർ 2 സൈഡും നീക്കിയിട്ടാണ് ഞാനതിൽ ഹോൾ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, ഞാൻ അക്രിലിക് ഷീറ്റാണ് കേട്ടോ ഉപയോഗിച്ചത്. അത് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗണ്ണിന് പകരം നമുക്ക് സെല്ലോ ടേപ്പും യൂസ് ചെയ്യാം കേട്ടോ, ബാക്കിലേക്ക് കവർ ചെയ്ത് ഒട്ടിച്ചിട്ട്. പക്ഷെ ഞാനിതിൽ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഗ്ലൂ ഗൺ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ആ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ലവ് ചിഹ്നത്തിൻ്റെ ഷേപ്പിൽ ലെവലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഫൈനൽ പാർട്ട് തെർമോക്കോൾ ബോൾസ് ഫില്ല് ചെയ്യാം കേട്ടോ. അത്യാവശ്യം കുറേ തെർമോക്കോൾ ബോൾസ് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വന്നു. നമുക്ക് സൈസ് കുറച്ചായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇത്ര അധികം തെർമോക്കോൾ ബോൾസ് വേണ്ടി വരില്ല കേട്ടോ. ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള എൻഡ് പോർഷൻ ഞാൻ ഫ്ലെക്സിബിൾ ഫോമിൻ്റെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് അതിൻ്റെ സൈസിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പോർഷൻ്റെ വീഡിയോയും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ക്രാഫ്റ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ ബൈ.